ഈ പരീക്ഷയ്ക്ക് തടസ്സം നിൽക്കാൻ അവൻ വന്നുകൊണ്ടിരിക്കുക. ആദ്യം അവനെ തടയണം. എവിടെ പോയി നമ്മുടെ ബാലുവും രാജുവും ഭാസ്കരനും ഒക്കെ? എവിടെ പോയതാണ് അവര്? ഇവിടെയുള്ള ആരെങ്കിലും ഈ ഗൗതമിന്റെ മുറപ്പെണ്ണ് ശിവാനിയെ ഇനിയും ആവശ്യമില്ലാതെ വേദനിപ്പിക്കാൻ എങ്ങാനും ശ്രമിച്ച ഈ ദേവീ ക്ഷേത്രത്തില് ബലി കൊടുക്കുന്ന ചടങ്ങ് കൂടി ആരംഭിക്കേണ്ടി വരും. മോളെ ലക്ഷ്മി, ചെല്ല്. എന്താ ഗൗതം, ഈ പെണ്ണ് എവിടെ ഉണ്ടെങ്കിലും നീ അവിടെ ഉണ്ടാവോ? ശിവനുള്ള സ്ഥലമാണ് കൈലാസം, ഭക്തനുള്ള സ്ഥലത്താണ് ദൈവം. ആ സന്യാസി നിന്നെ ദൈവമാക്കിയിരിക്കുന്നു. എന്നാൽ നീ ഞങ്ങളുടെ വരുംകാല മരുമകളെ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളുടെ മകൻ എന്റെ അനിയത്തി മരുമകളായിട്ട് പോകുന്ന വീട്ടില് മരുമകനാവാൻ പോകുന്നു എന്നുള്ള ഒറ്റ കാരണത്താല് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഞാൻ ക്ഷമിക്കുന്നത്. ഇല്ലെങ്കിൽ നിന്റെ ഈ അച്ഛനുണ്ടല്ലോ, അങ്ങേരടം വയസ്സ് പോലും നോക്കാതെ ഞാൻ മുഖത്തിട്ട് അടിച്ചേനെ. എന്താ മോനെ ഇവിടെ ഗുണ്ടായിസം കാണിക്കുവാണോ? ചേട്ടാ, നിങ്ങളുടെ മകൻ ഇവിടുത്തെ SI അല്ലേ? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറ. കേസെടുക്കാൻ പോകുന്നത് എന്റെ പേരിലല്ല, നിങ്ങൾ 3 പേരുടെയും പേരിലായിരിക്കും. അതും ഞാൻ തന്നെ കൊടുക്കും. ഗൗതം, ഇത് ഞങ്ങളുടെ വീട്ടിനെ സംബന്ധിക്കുന്ന പ്രശ്നമാ. നീ ആവശ്യമില്ലാതെ ഇതിൽ തലയിടരുത്. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമായിരുന്നെങ്കിൽ അതങ്ങ് വീട്ടിൽ തീർക്കണമായിരുന്നു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങൾ കാണിക്കുന്ന എന്ത് അനാവശ്യമായിരുന്നാലും ശരി, ദേവിയോട് ആത്മാർത്ഥമായി ഭക്തിയുള്ള ഏതൊരു ഭക്തനും ഇടപെടും. ദേവാ, പറയലിയ, ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്താ? അനീതി തടഞ്ഞ എന്റെ ഭാഗത്തോ അതോ ഇതൊക്കെ ചെയ്തു കൂട്ടിയ ഇവരുടെ ഭാഗത്തോ? നോക്കളിയ, ഞാൻ പോലീസുകാരനാണെങ്കിലും ഇതുവരെ ഒന്നും മിണ്ടാത്തതിന്റെ കാരണം ഇത് ഈ നാട്ടിലെ ആചാരമാണെന്ന് പറയുന്നതുകൊണ്ടാണ്. എൻ്റെ അനിയത്തിയുടെ മേലെ ചുമത്തിയ കുറ്റം അവളൊന്ന് സത്യം ചെയ്താൽ അത് മാറുമെന്നാണ് പറയുന്നത്. ശയനപ്രദക്ഷിണം ചെയ്യിപ്പിച്ചല്ലോ, അത് പാപങ്ങൾ കഴുകിക്കളയാനെന്ന് നിങ്ങൾക്ക് പറയാം. കയ്യിൽ കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞു, അത് നമ്മുടെ വലിയ തെറ്റുകൾ മാറാനാണെന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ ഒരു പെൺകുട്ടിയുടെ മാനത്തെയും സൽസ്വഭാവത്തെയും ചോദ്യം ചെയ്യുന്ന നിങ്ങളുടെ ഈ രീതി ഉണ്ടല്ലോ, ആ പാപം ഒരു ദൈവവും ക്ഷമിക്കുമെന്ന് വിചാരിക്കണ്ട. മോനെ, നീ പറയുന്ന നല്ല കാര്യമാണ്. ശിവാനി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ശയന പ്രദക്ഷിണം നടത്തി. കയ്യിൽ കർപ്പൂരവും കത്തിച്ച് സത്യവും ചെയ്തു. കന്യകാത്വം തെളിയിക്കാനായി മുതിർന്നവരെ വെച്ച് ഞാൻ പരിശോധിക്കാൻ നോക്കിയപ്പോ ഇടയ്ക്ക് നീ കയറി വന്ന് തടസ്സപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ നീ യഥാർത്ഥ സത്യസന്ധനാണെങ്കിൽ ആ ദേവിയുടെ മുന്നിൽ ഇരിക്കുന്ന ശൂലത്തിൽ കൈവച്ച് സത്യം ചെയ്യ. എന്റെ ഭാവി മരുമകളുടെ കാര്യത്തിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ആ ദേവിയുടെ മുന്നിൽ സത്യം ചെയ്ത് ഒരു പെണ്ണിന്റെ മാന്യതയും സ്വഭാവശുദ്ധിയും സംരക്ഷിക്കാൻ എനിക്ക് പറ്റും.
നിങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പേരക്കുട്ടിയേക്കാൾ ഈ പേരക്കുട്ടിയോടാണ് എനിക്ക് കൂടുതൽ വിശ്വാസം തോന്നിയത്. ഗൗതം എന്നാൽ സാക്ഷാൽ ഹരിശ്ചന്ദ്രന് തുല്യമാണ്. സത്യം ചെയ്യുകയാണെങ്കിൽ അവിടെ കള്ളത്തിന് സ്ഥാനമില്ല. ശിവാനിയുടെ കന്യകാത്വത്തിന് ഒരു കളങ്കവും ഏർപ്പെട്ടിട്ടില്ലെന്ന് ഒരു വാക്ക് നീ പറഞ്ഞു കൊടുക്ക് ഗൗതം. ശിവഗംഗേ ശിവഗംഗേ ശിലാഗംഗേ ശ്യാമസാന്ധ്യഗംഗേ ത്രികാലമോക്ഷഗംഗേ ശിവഗംഗേ ചോര വന്നോണ്ടിരിക്കുക, തൃശ്ശൂലം കുത്തിയിട്ട്. ശൂലം കുത്തിയ രക്തം വരിക തന്നെ ചെയ്യും ലക്ഷ്മി. പിന്നെ അത് ഒരു മുനയല്ല, 3 മുനയുള്ള ശൂലമാണ്. അതുകൊണ്ടാണ് അതിന് ത്രിശൂലമെന്ന് പറയുന്നത്. ലക്ഷ്മി ഇവിടെയും ഗൗതം അവിടെയും. അവന്റെ കൈക്കീഴില് ത്രിശൂലവും, മുന്നിലുള്ളത് ദേവിയും. രക്തം സാക്ഷിയായി, ആ തൃശൂലത്തിലൊഴുകുന്ന രക്തം സാക്ഷിയായി പറയൂ ഗൗതം. എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ശിവാനി ഒരു തെറ്റ് ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയുമില്ല. ഈ ഞാൻ ശിവാനിയുടെ മാനവും മര്യാദയും സംരക്ഷിച്ച് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ലെന്ന് ഈ ദേവിയുടെ മുമ്പിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ വീണ്ടും ഈ ക്ഷേത്രത്തിൽ വെച്ച് ഈ ഇരിക്കുന്ന ദേവിയെയും സാക്ഷി നിർത്തി, അതുപോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ സഹോദരിയെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞങ്ങൾ തെറ്റ് ചെയ്യുകയുമില്ല, ചെയ്യാൻ സമ്മതിക്കുകയുമില്ല. എൻ്റെ ജീവൻ പോയാലും പ്രശ്നമാക്കാത്ത ഞാൻ ഒരിക്കലും മാനത്തിന് വില പറയില്ല. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ മാനത്തെയും അഭിമാനത്തെയും ആരെങ്കിലും ചോദ്യം ചെയ്യാനായിട്ട് വന്ന അവൻ്റെ ജീവൻ എടുത്തിരിക്കും ഞാൻ. ഇവളൊരു പൗർണമി മുകിലലനൊറിയുടെ നിറവർണ്ണനെ വരവേൽക്കുവാൻ തിരിയായിതാ എരിയുന്നു ദൂരെ 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 ഒരു കനലായി. ആ കാര്യം ഈ നാട്ടിലുള്ളവരും ഈ നാട്ടിലോട്ട് വന്നവരും മനസ്സിലാക്കിയിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് സ്വയം ഇങ്ങനെ വേദനിപ്പിക്കുന്നത്. മോളെ ലക്ഷ്മി, ഇവരെല്ലാവരും കൂടി കാണിച്ചു കൂട്ടിയില്ലേ, അതിൽ ശിവാനിക്ക് സംഭവിച്ച അപമാനത്തിനപ്പുറം ഒരിക്കലും വരില്ലല്ലോ എൻ്റെ കയ്യിലെ മുറിവ്.
രക്തം ചിന്തിയാലും സാരമില്ല. സത്യം എന്നും ജയിക്കും. അതേ നിലനിൽക്കൂ. ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും. ശിവഗംഗേ ശിവഗംഗേ ശിലാഗംഗേ ശ്യാമസാന്ധ്യഗംഗേ ത്രികാലമോക്ഷഗംഗേ ശിവഗംഗേ. ഞാൻ വന്ന് നിന്റെ അടുത്തിരുന്നിട്ടും നീ എന്നെ കാണുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന അപമാനത്തിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചില്ല എന്ന ദേഷ്യം നിനക്കുണ്ടായിട്ടല്ലേ? വല്യമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? സാക്ഷാൽ ആ ദേവി പോലും നടന്നതെല്ലാം കണ്ടുകൊണ്ട് ശില പോലെ തന്നെ ഇരുന്ന് കളഞ്ഞില്ലേ? അതെ, സമയത്തിന് ഗൗതം അവിടെ എത്തിയത് കൊണ്ട് എല്ലാം ശരിയായി. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വീടിന്റെ അഭിമാനം തന്നെ നഷ്ടപ്പെട്ടേനെ. അവിടെ വന്നവരെല്ലാരും ഉത്സവം കാണുന്നത് പോലെ നോക്കി നിന്നു. ദൈവത്തെ പോലെ ഗൗതം ചേട്ടൻ മാത്രം വന്ന് എന്റെ അഭിമാനത്തെ സംരക്ഷിച്ചു. എന്നാലും എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. ഗൗതം ചേട്ടൻ രക്ഷപ്പെടുത്തിയതുകൊണ്ട് കുറച്ചെങ്കിലും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കന്യകയാണോ അല്ലയോ എന്നത് വിജയുടെ അമ്മ ചോദിച്ചപ്പോ മറുത്തൊന്നും പറയാതിരുന്നത് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യമില്ലാന്ന് ബോധ്യമുള്ളതുകൊണ്ടാ. നീ പറഞ്ഞത് സത്യം മോളെ. പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ലാതെ പോയി. ഉണ്ടാവില്ല, ഇല്ല. ഈ നാട്ടിലുള്ളവരുടെ വാ അടച്ചത് തന്നെ വല്യമ്മയുടെ ഭർത്താവാ. വല്യച്ഛൻ തന്നെ മിണ്ടരുതെന്ന് പറഞ്ഞ് തടസ്സം നിൽക്കുമ്പോ മുന്നിലേക്ക് വരാൻ ആരെ കൊണ്ടാ സാധിക്കുക? ഗൗതം ചേട്ടനല്ലാതെ. ഗൗതം അവന്റെ അമ്മയെ പോലെയാ. അന്യായം കണ്ട കണ്ടു നിൽക്കില്ല. പക്ഷെ അന്യായമായി ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയ അത് ദൈവം പോലും പൊറുക്കില്ല. ഞാനത് തടയും. അതെന്ത് ചെയ്തിട്ടായാലും ഞാൻ തടഞ്ഞിരിക്കും. ഈ കല്യാണം നടക്കില്ല. നടന്നതൊക്കെ മറന്നേക്കു ശിവാനി. എല്ലാം മനസ്സിൽ വെച്ച് നിന്നാൽ വിവാഹം കഴിച്ച നിനക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും കല്യാണം കഴിക്കും. പക്ഷെ അത് കഴിഞ്ഞുള്ള ജീവിതം നരകമായിരിക്കും. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാ. ഒരു പെണ്ണിന്റെ ചഞ്ചലമായ മനസ്സിൽ എന്താണെന്ന് ആർക്കും അറിയേണ്ട ആവശ്യമില്ല. ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നത് സ്വത്തോ പണമോ ഇല്ലാതിരിക്കുന്നതിലല്ല, നമ്മെ മനസ്സിലാക്കുന്നവർ ഇല്ലാതെ പോകുന്നതാ. നാലനിയത്തിമാരെ പൊന്നുപോലെ വളർത്തിയ കൈകളായത് ശൂലത്തില് സത്യം ചെയ്യിച്ച് ചോര വരുത്തിച്ചു കളഞ്ഞു രാക്ഷസന്മാര്. മനുഷ്യരാണെങ്കിൽ കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടായിരിക്കും. അമ്പല
അമ്പലത്തില് പൂജ അഭിഷേകമൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അന്യായം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരുന്ന വെറുതെ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് വിട്ടേക്കേ. നമുക്ക് തന്നെ ഇത്രയും വിഷമമായെങ്കിൽ ശിവാനിക്ക് എന്ത് തോന്നിക്കാണും? ഒരുപാട് വേദനിച്ചിരിക്കും. ഇത്രയും സംഭവിച്ചിട്ടും അയാളെ തന്നെ ചേച്ചി കല്യാണം കഴിക്കോ? ദുർഗ, നീ തീരെ ചെറിയ കുട്ടിയാ. വലിയ കാര്യങ്ങളിലൊന്നും വെറുതെ ഇടപെടണ്ട. അവളൊരു പെണ്ണല്ലേ ഏട്ടാ. ദുർഗയ്ക്ക് ദേഷ്യം വരുന്നതിൽ തെറ്റില്ല ചേട്ടാ. അനിയത്തിയുടെ മോക്ക് ഇത്രയും വലിയ അപമാനം നടന്നിട്ട് വാ തുറക്കാതിരുന്ന അമ്മാവന്റെ വീട്ടിൽ പോയി നമ്മുടെ ചേച്ചി എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും? ഏയ്, എന്തിനാ നിങ്ങള് ആവശ്യമില്ലാത്ത ഓരോ കാര്യം പറഞ്ഞ് ഏട്ടനെ വേദനിപ്പിക്കുന്നത്? അവിടെ ഗായത്രി ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് ലക്ഷ്മി ചേച്ചിക്ക് അറിയില്ലേ? അത് ഗായത്രിയുടെ ഭർത്താവിന്റെ വീട്ടില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നതാ. ഗീത അമ്മായി തങ്കമാണ്. എനിക്കവിടെ സന്തോഷമായി കഴിയാൻ പറ്റും. നിനക്ക് ആ വിശ്വാസമുണ്ടോ മോളെ? കണ്ടോ, നിങ്ങൾ പറഞ്ഞത് കാരണം ഏട്ടനും കൂടെ സംശയം തോന്നി എന്നോട് ചോദിച്ചത് കേട്ടോ. പോയി കിടക്കാൻ നോക്ക്. വെറുതെ ഇരുന്ന് പിച്ചും വേയും പറയാതെ. ഏട്ടാ, ഞാൻ അമ്മായിയുടെ വീട്ടില് എല്ലാരെക്കാളും നല്ല സന്തോഷത്തിൽ കഴിയും. ഇതാണ് സത്യം. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം. ശിവാനി, പോലീസ് വേഷത്തിൽ ഇരിക്കേണ്ട നീ വിട്ടിയായി ഇരിക്കുവാണല്ലോ. അതെ, നിന്നെ മരുമകളായി വീട്ടിലേക്ക് സ്വീകരിക്കുന്നവർ നിന്റെ സ്വഭാവ ദൂഷ്യം പറഞ്ഞത് മാത്രമല്ലാതെ നിന്നെ മാനസികമായി ഇത്രയും തളർത്തി ജീവിച്ചിരിക്കുമ്പോ തന്നെ കന്യകത്വം തെളിയിക്കാനായി കയ്യിൽ വെച്ച് കർപ്പൂരവും കത്തിച്ച് മനസ്സിനെ ഇത്രയും കുത്തി നോവിച്ചിട്ടും എന്ത് സാധിച്ചെടുക്കാനാണ് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കു വേണ്ടിയും സ്വയം മാറില്ലെന്ന് ധൈര്യമായി പറഞ്ഞിരുന്ന നിന്റെ ധൈര്യം ഇപ്പൊ എവിടെ പോയി? നിനക്ക് വേണ്ടി അല്ലെങ്കിലും ആ പാവം കുട്ടിയായ ലക്ഷ്മിക്ക് വേണ്ടിയെങ്കിലും നിന്റെ കല്യാണം നീ മുടക്കൊന്ന് പറഞ്ഞതല്ലേ? ആ നീ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ നിനക്ക്? ഇനി എന്ത് ചെയ്യണോന്ന് വിചാരിച്ചാലും 2 ദിവസമേ മുന്നിലുള്ളൂ. 3-ാം ദിവസം അവന്റെ താലി നിന്റെ കഴുത്തിലേക്ക് വീഴും. ലക്ഷ്മിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നടക്കും. ദേവേട്ടനെങ്ങാനും അവളെ കല്യാണം കഴിച്ചാ പിന്നെ ഹലോ ലോയർ സാർ. മോളെ, നിന്റെ ദേവേട്ടന്റെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരാൻ നിനക്ക് നല്ലൊരു സന്ദർഭം ലഭിച്ചിരിക്കുകയാണ്. എന്താ സാർ ഇത്? കാസർഗോട്ടിലെ അയാളുടെ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് ഒരു ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദേവേട്ടൻ ചീറ്റിംഗ് ചെയ്തെന്നോ? അതെ മോളെ, പണയിടപാടൊന്നുമല്ല, ഒരു പെണ്ണ് കേസാ. അതും ഒരു 20 വയസ്സുള്ള കുട്ടി. അവളെ ചീറ്റ് ചെയ്തു എന്ന് കേസ് കൊടുത്തിരിക്കുക. യെസ്, അവളുടെ പേര് നമിത എന്ന. സ്ട്രീറ്റ് നമ്പർ 45, ശ്രീനിവാസ നഗർ, കാസർഗോഡ്. ഈ അഡ്രസ് ഞാൻ കണ്ടുപിടിച്ചു. നീ അവളെ കണ്ടെത്തിയ നിന്റെ എല്ലാ കാര്യങ്ങൾക്കും അവൾ സ്ട്രോങ് ആയി നിന്നോടൊപ്പം നിൽക്കും. താങ്ക് യു ലോയർ സാർ. എനിക്ക് ഉപയോഗപ്പെടുന്ന നല്ലൊരു ഇൻഫർമേഷൻ ആണ് തന്നത്. ഞാൻ അവിടെ എത്തിയതിനു ശേഷം സാറിനെ ഫോൺ ചെയ്യാം. ഓക്കെ മോളെ. ഗൗതം ചേട്ടന്റെ മുന്നിൽ എന്റെ ഏട്ടന്റെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള നല്ലൊരു അവസരമാണ് കിട്ടിയത്. ഗൗതം ചേട്ടനെ കാസർഗോഡ് കൊണ്ടുപോയാലേ അത് സാധ്യമാകൂ. പക്ഷേ അതെങ്ങനെ?